ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് യമൻ എന്ന റൊമാൻസ് ത്രില്ലർ സസ്പെൻസ് നോവലാണ്. ആ നോവലിൻ്റെ 15ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നോവലിലേക്ക് പോയാലോ? ചേട്ടാ, ഇന്നലെ നമ്മൾ ആക്രമിച്ചതിൻ്റെ ഫോട്ടോ ഞാൻ മറ്റു പോലീസുകാരെയും കാണിച്ചു. ഞങ്ങളുടെ ക്രിമിനൽ ലിസ്റ്റിൽ ഉള്ളവരിലും തിരിഞ്ഞു. പക്ഷെ അങ്ങനെ ഒരാളെക്കുറിച്ച് സൂചന പോലുമില്ല. ശിവയോഗി തലയാട്ടി. ഉണ്ടാവുകയില്ല. അതാണ് അയാൾ, ബിംബരാമൻ. കലിംഗറാവുവിൽ നിന്നും അറിഞ്ഞ കാര്യം അവൻ ചന്ദ്രലാലിനോട് പറഞ്ഞു. സ്തംഭനായി ഇരുന്നു പോയി ചന്ദ്രലാൽ. പെട്ടെന്ന് ചന്ദ്രലാലിനൊരു കോള് വന്നു. അയാൾ എടുത്തു നോക്കിയിട്ട് തിടുക്കത്തിൽ കാതിൽ ചേർത്തു. പറയൂ. ഏതാനും സെക്കൻഡുകൾ നേരത്തെ സംഭാഷണം. ചന്ദ്രലാലിൻ്റെ മുഖം മുറുകി. താൻ അവിടെ തന്നെ നിൽക്കണം. അവൻ എവിടേക്കെങ്കിലും മാറിയാൽ ഫോളോ ചെയ്യണം പറഞ്ഞിട്ട് കോള് കട്ടാക്കി. തുടർന്ന് ശിവയോഗിക്ക് നേരെ തിരിഞ്ഞു. ചേട്ടാ, നമുക്കുടനെ കോന്നി വരെ പോകണം. അവിടെ മെഡിക്കൽ കോളേജിൽ CI ജബ്ബാർ സാറിൻ്റെ മുറിയിലേക്ക് നേരത്തെ പറഞ്ഞ ബിംബരാമനെ പോലെ ഒരാൾ പോയിട്ടുണ്ട്. ഞാൻ രഹസ്യമായി നിർത്തിയിരുന്ന കോൺസ്റ്റബിളാണ് ഈ വിവരം തന്നത്. ആ വീഡിയോ ഞാൻ അയാൾക്ക് സെൻഡ് ചെയ്തിരുന്നു. ഒറ്റ ശ്വാസത്തിൽ ചന്ദ്രലാൽ പറഞ്ഞു. ശിവ ഞെട്ടി എഴുന്നേറ്റു. ഞാനിപ്പം വരാം. മിസൈൽ വേഗത്തിൽ അവൻ അകത്തേക്ക് പാഞ്ഞു. മണിവർണ്ണ പുറകെ ചെന്നു. ഞാനും കൂടി വരാം. വേണ്ട, CCTV ക്യാമറകൾ സ്ഥാപിക്കാനുള്ളവർ വന്നേക്കും. നീ ഇവിടെ തന്നെ കാണണം. പിന്നെ വെളുത്ത കുഞ്ഞ്, അമ്മാവനെ കൂടി വിളിച്ചോളൂ. പറയുന്നതിനിടയിൽ ശിവയോഗി വേഷം മാറി. നീല ജീൻസും കാൽമുട്ടിന് മുകളിൽ നിൽക്കുന്ന വെളുത്ത ജുബയും ധരിച്ചു. അപ്പോൾ പറഞ്ഞതുപോലെ മണിവർണ്ണയുടെ മറുപടി കാക്കാതെ അവർ പുറത്തേക്കോടി. ചന്ദ്രലാൽ ജീപ്പിൽ കയറി കഴിഞ്ഞിരുന്നു. ശിവയോഗി അകത്തേക്ക് കാൽ വെച്ചു. ജീപ്പ് ശരവേഗത്തിൽ ബിമ്മരം കോളനിക്ക് നേരെ കുന്നുകയറി പാഞ്ഞു. കോന്നി മെഡിക്കൽ കോളേജിൻ്റെ പ്രവേശന കവാടത്തിനരികിൽ കാത്തു നിൽക്കുകയായിരുന്നു കോന്നി പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ സ്റ്റാലിൻ. ചന്ദ്രലാൽ ബ്രേക്ക് അമർത്തി. സ്റ്റാലിൻ ഡ്രൈവർ സീറ്റിനടുത്തെത്തി. സർ, അയാൾ പുറത്തു പോയിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, താൻ ഇവിടെ തന്നെ നിൽക്കണം. ഞങ്ങളെ വെട്ടിച്ച് അയാൾ പുറത്തു വരികയാണെങ്കിൽ ഉടനെ അറിയിക്കണം. ശരി സാർ. ശിവയോഗിയും ചന്ദ്രലാലും ഹോസ്പിറ്റലിനുള്ളിലേക്ക് പാഞ്ഞു. പേവാർഡ്. CI ജബ്ബാറിൻ്റെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. ചന്ദ്രലാൽ അത് തള്ളിത്തുറന്നു. മിന്നൽ വേഗത്തിൽ ഇരുവരും അകത്തു കയറി ലോക്കിട്ടു. കിടക്കയിൽ ഇരിക്കുകയായിരുന്നു ജബ്ബാർ. അയാൾ തിരിഞ്ഞു നോക്കി. ചന്ദ്രലാലിന് പിറകിൽ ശിവയോഗിയെ കണ്ട് നെറ്റി ചുളിച്ചു. സർ. ചന്ദ്രലാൽ അറ്റൻഷനായി. നീ എന്തിനാ അവനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? ചന്ദ്രലാലിൻ്റെ സ്വരത്തിൽ രോഷം തിളച്ചു. ഒരു മെസ്സേജ് കിട്ടിയിട്ട് വന്നതാ, ചന്ദ്രലാൽ അറിയിച്ചു. ഇന്നലെ ഞങ്ങൾക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടായി. അതേ ആൾ തന്നെ സാറിനെ കൊല്ലാൻ ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്നൊരു അനോണിമസ് കോൾ എനിക്ക് കിട്ടി. അതിനാൽ വേഗം വന്നതാ, ചന്ദ്രലാൽ അറിയിച്ചു. എന്നെ കൊല്ലാനോ? ജബ്ബാർ ഒന്ന് ചിരിച്ചു. പക്ഷെ അത് വിളറിപ്പോയി. എന്നെ കൊല്ലാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. തോറ്റത് പക്ഷേ അവർ തന്നെ. ഞാൻ ആരാണെന്ന് അവരൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ശിവയോഗിയെ നോക്കിയാണ് അയാൾ പറഞ്ഞത്. സർ. അവൻ ചുണ്ടനക്കി. ഒരുത്തനെ കൊല്ലണമെന്ന് വിചാരിച്ച് ഒരു കൊച്ചുകുട്ടി തുനിഞ്ഞിറങ്ങിയാൽ പോലും കൃത്യം നടന്നിരിക്കും. ഇതിപ്പോൾ സാറിനെ കൊല്ലാനൊന്നും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ലെന്നേ. ജബ്ബാർ പെട്ടെന്ന് വിഷയം മാറ്റി. ചന്ദ്ര, ഇവിടെ ആരും വന്നിട്ടില്ല. ഒരു ബൈസ്റ്റാൻഡർ പോലും വേണ്ടെന്നായിരുന്നു എൻ്റെ തീരുമാനം. എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം പറഞ്ഞുകൊണ്ട് ശിവയോഗി പെട്ടെന്ന് ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറി. അതിനുള്ളിൽ ബിംബരാമൻ ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷെ അവിടെയും ആരെയും കണ്ടില്ല. വെറുതെ ഫ്രഷ് ചെയ്തിട്ട് അവൻ ഇറങ്ങി വന്നു. ചന്ദ്രൻ എന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സാർ. തന്നെ എത്രയും വേഗം ഒഴിവാക്കാനാണ് സിയുടെ ഉദ്ദേശമെന്ന് അയാൾക്ക് വ്യക്തമായി. പക്ഷെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് സാർ. ശിവയോഗി വേഗം തൻ്റെ ഫോണിലുള്ള വീഡിയോ ക്ലിപ്പിംഗ് എടുത്ത് ബിംബരാമൻ്റെ മുഖം സ്റ്റിൽ മോഡിലാക്കി സിയയുടെ നേർക്ക് പിടിച്ചു. നേരത്തെ പറഞ്ഞ കില്ലർ ഇയാളാണ്. സാറൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ജബ്ബാർ ഒന്ന് വിളറി. ശിവയോഗി അത് ശ്രദ്ധിച്ചു. ശേഷം ബാക്കി പറഞ്ഞു. ഇവൻ്റെ പേര് ബിംബരാമൻ, കർണാടക സ്വദേശി, നൊട്ടോറിയസ് ക്രിമിനൽ. തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായി ഇവൻ തനിക്ക് ഷെൽട്ടർ തരുന്നവരെയും കൊന്നിട്ടുള്ളതായാണ് ഇതുവരെയുള്ള വിവരം. കവിളടക്കം അടിയേറ്റതുപോലെ ഒരു ഭാവം ജബ്ബാറിൻ്റെ മുഖത്ത് മിന്നി.
യാത്ര പറഞ്ഞ് ചന്ദ്രലാലും ശിവയോഗിയും ഇറങ്ങി. അവർ ഇടനാഴിയിലൂടെ അങ്ങേയറ്റത്ത് മറിഞ്ഞതും ജബ്ബാറിൻ്റെ മുറിയുടെ വാതിൽ വീണ്ടും തുറക്കപ്പെട്ടു. ഒരാൾ അകത്തു കയറി അതിൽ ലോക്കിട്ടു. ബിംബരാമൻ, ഇവിടെ പറഞ്ഞതൊക്കെ താൻ കേട്ടല്ലോ അല്ലേ? ബിംബരാമന് കോൾ ചെയ്ത നിലയിൽ വെച്ചിരുന്ന തൻ്റെ ഫോണെടുത്ത് ജബ്ബാർ കട്ടാക്കി. കേട്ടു. ബിംബരാമൻ കടപ്പല്ലമർത്തി. അയാളുടെ അനുസരണയില്ലാത്ത മുടിയിഴകൾ ഫാനിൻ്റെ കാറ്റിൽ പൂച്ചക്കണ്ണുകൾക്ക് മീതെ വീണു. ഇടം കൈ കൊണ്ട് അതൊന്ന് മാടിയൊതുക്കിക്കൊണ്ട് ബിംബരാമൻ കസരയിലിരുന്നു. പുറത്തുള്ള എൻ്റെ ആൾ കൃത്യസമയത്ത് വിവരം തന്നതിനാൽ എനിക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞു. ബിംബരാമൻ ചിന്തയോടെ തുറന്നു. പക്ഷെ ശിവയോഗി എന്നെ ഐഡൻറ്റിഫൈ ചെയ്തത് എങ്ങനെയെന്ന് മനസ്സിലായില്ല. ജബ്ബാർ അയാളെ നോക്കിയിരുന്നതല്ലാതെ മിണ്ടിയില്ല. ബിംബരാമൻ പിന്നെയും പറഞ്ഞു, അവൻ പറഞ്ഞതിലൊരു വ്യത്യാസമുണ്ട് സാറേ. എനിക്ക് ഷട്ടർ തരുന്നവരെയല്ല, എന്നെ തിരിച്ചറിയുന്ന ശത്രുക്കളെയാണ് ഞാൻ ഉന്മൂലനം ചെയ്യുന്നത്. ആയുസിൻ്റെ കണക്ക് പുസ്തകത്തിൽ ശിവയോഗിയുടെ താളുകൾ തീർന്നു കഴിഞ്ഞു. പക്ഷെ മരണക്കിടക്കിയിൽ പോലും അവന് മനസ്സിലാക്കുവാൻ കഴിയാത്തൊരു കാര്യമുണ്ട്. ഞാൻ താപസൻ്റെ മകനാണെന്ന്. ഇത്തവണ ജബ്ബാറിൻ്റെ ചുണ്ടിലൊരു ചിരിമിന്നി. താപസൻ, നിനക്കറിയാമല്ലോ എനിക്ക് അദ്ദേഹത്തോടുള്ള കടപ്പാട്. 5 വർഷം മുൻപ് കർണാടകയിൽ വെച്ചുണ്ടായ ഒരു സംഭവം. എൻ്റെ പ്രാണൻ രക്ഷിച്ചതും നിന്നെ എൻ്റെ കൂടെ കേരളത്തിലേക്ക് അയച്ചതും താപസനാണ്. നിനക്ക് പറ്റിയ സ്ഥലം ചിറ്റാറാണെന്ന് പറഞ്ഞതും അടുത്ത കാലത്തൊന്നും ഞാൻ ചിറ്റാറിൽ ട്രാൻസ്ഫർ വാങ്ങി വരരുതെന്ന് പറഞ്ഞിരുന്നതും അദ്ദേഹം തന്നെ. ശിവയോഗി ഈ നാട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ എന്നെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ട ചരടുവലികൾ നടത്തിയതും അദ്ദേഹമാണ്. ഇവിടുത്തെ പല പാർട്ടിക്കാരുടെയും ബാംഗ്ലൂർ ബന്ധമാണ് അദ്ദേഹത്തിന് തുണയായതെന്ന് എനിക്കറിയാമല്ലോ. ബിംബരാമൻ അമർത്തി മൂളിക്കൊണ്ട് കേട്ടു. കഴിഞ്ഞ ദിവസം അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. ശിവയോഗി ഒരിക്കലും ഇനി കർണാടകയുടെ മണ്ണിൽ കാല് കുത്തരുതെന്ന്. കക്കട്ടാറിൻ്റെ അടിത്തട്ടിൽ അവൻ അന്ത്യവിശ്രമം നൽകിയേക്കാൻ. ഇനി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നതും അതാണ്. ബിംബരാമൻ എഴുന്നേറ്റു. നീ സൂക്ഷിക്കണം ബിംബരാമ. ചന്ദ്രലാലും ശിവയോഗിയും ഒന്നിച്ചു നിന്ന അതൊരു ശക്തി തന്നെയാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, നീ താപസൻ്റെ മകനാണെന്നും കർണാടക പോലീസിന് അറിയാത്തതാ. ബിംബരാമൻ മുടിയിലൊന്ന് തടവി. അതിന് താപസൻ ആരാണെന്ന് അവിടുത്തെ പോലീസിന് അറിയില്ലല്ലോ. അവരുടെ റെക്കോർഡുകളിൽ ഞാൻ ഓർഫനാ. എൻ്റെ അച്ഛൻ ആരാണെന്നാ സാറിൻ്റെ വിചാരം? ജബ്ബാർ സ്തംഭനായി. നാളെ സാറ് ഹോസ്പിറ്റലിൽ വിടുമല്ലോ. ഇവിടെ നിന്നും നേരെ വരേണ്ടത് പത്തനംതിട്ടയിലെ മോർച്ചറിയിലേക്കാണ്. മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതനുസരിച്ച് കക്കാട്ടുപുറത്തേക്കുമായിരിക്കും. അയാൾ പല്ലമർത്തി. ജബ്ബാർ ആത്മാർത്ഥമായി ചിരിച്ചു. അപ്പോൾ പിന്നെ കാണാം സാർ. ബിംബരാമൻ പിന്തിരിഞ്ഞ് വാതിൽ തുറന്നു. അടുത്ത നിമിഷം അയാളുടെ നെറ്റിയുടെ മധ്യത്തിൽ ഒരു റിവോൾവറിൻ്റെ ബാരൽ വന്ന് മുട്ടി. ബിംബരാമൻ നടുങ്ങി. തൻ്റെ മുന്നിൽ 2 കത്തുന്ന മുഖങ്ങൾ അയാൾ കണ്ടു. ശിവയോഗിയും ചന്ദ്രലാലും. അധ്യായം 25. ബിംബരാമൻ ഒരു മാത്ര ശിലയായി. എന്നാൽ വേഗം അയാൾ പിടഞ്ഞുണർന്നു. കണ്ണുകൾ തൻ്റെ നെറ്റിയിൽ അമർന്നിരിക്കുന്ന റിവോൾവറിലൂടെ ഒഴിഞ്ഞ് ശിവയോഗിയിലും SI ചന്ദ്രലാലിലും ചെന്നുമുട്ടി. മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ ക്രിമിനൽ അല്ലെന്ന് ഉറപ്പുണ്ടായിരുന്നതിനാൽ ചന്ദ്രലാലും ശിവയോഗിയും അയാളിൽ നിന്നും നോട്ടം മാറ്റിയില്ല. മുറിക്കുള്ളിൽ അപ്രതീക്ഷിതമായി ഈ രംഗം കണ്ടതിൻ്റെ ആഘാതത്തിലായിരുന്നു CI ജബ്ബാറും. ബിംബരാമനല്ലേ, കർണാടക പോലീസിൻ്റെ ക്രൈം റെക്കോർഡുകളിലെ ബമ്പൻ. ചന്ദ്രലാൽ ഒന്ന് ചിരിച്ചു. അനങ്ങിയില്ല ബിംബരാമൻ. ശിവയോഗി ബിംബരാമനെ അടിമുടി ശ്രദ്ധിച്ചു. തൻ്റെ ഒപ്പം ഉയരവും തന്നേക്കാൾ ബലിഷ്ഠമായ ശരീരവും. അവൻ അല്പം കൂടി മുന്നോട്ട് നീങ്ങി നിന്നു. പെട്ടെന്ന് ജബ്ബാർ വാതുക്കലേക്ക് വേഗം വന്നു. ചന്ദ്ര, ഇവനെ വിടരുത്. മുറിയിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോവുകയായിരുന്നു ഈ റാസ്കൽ. ഇത്തരത്തിലുള്ളവരെ ജീവനോടെ വിട്ടുകൂടാ. ജബ്ബാർ പല്ല് ഞെരിച്ചുകൊണ്ട് തുറന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ കാരണത്താൽ സ്വയം രക്ഷയ്ക്കായി എനിക്കിവനെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. അങ്ങനെ കേസ് വരാൻ പാടുള്ളൂ. നീ ആ റിവോൾവർ ഇങ്ങത്താ. പറയുന്നതിനിടയിൽ തന്നെ ജബ്ബാർ ചന്ദ്രലാലിൻ്റെ കയ്യിൽ നിന്നും റിവോൾവർ വാങ്ങി. ചന്ദ്ര അരുത് എന്ന് പറഞ്ഞ് ശിവയോഗി തടയാൻ ശ്രമിക്കുന്നതിന് മുമ്പായിരുന്നു ജബ്ബാറിൻ്റെ നീക്കം. ക്രൂരമായ ഒരു ചിരിയോടെ ജബ്ബാർ റിവോൾവർ ബിംബരാമൻ്റെ നെഞ്ചിന് നേർക്ക് ചേർത്തു. ഒരു CA ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങനെ അങ്ങ് പോകാമെന്ന് കരുതിയോടാ നീ? ബിംബരാമൻ യാതൊരു ഭീതിയും പ്രകടമാകാതെ ഇടനാഴിയിലൂടെ ഇരുവശത്തേക്കും കണ്ണുകൾ പായിച്ചു. പേവാടിൻ്റെ ഭാഗമായിരുന്നതിനാൽ അവിടെയെങ്ങും ആരെയും കണ്ടില്ല. ഷൂട്ട് ചെയ്യ് സാറേ, ചന്ദ്രലാൽ തിടുക്കം കൂട്ടി. പക്ഷെ അടുത്ത നിമിഷം അത് സംഭവിച്ചു. ബിംബരാമൻ ജബ്ബാറിൻ്റെ റിവോൾവർ പിടിച്ച കയ്യിൽ ശക്തിയിൽ ഒന്നും തട്ടി.
ജബ്ബാറിൻ്റെ കയ്യിൽ നിന്നും റിവോൾവർ പിടിവിട്ടുപോയി. നീയൊക്കെ കണ്ടിട്ടുള്ള മൂന്നാം കിടം ഗുണ്ടയാണ് ഞാനെന്ന് കരുതിയടാ. ചീറിക്കൊണ്ട് ബിംബരാമൻ മുന്നിൽ നിന്നവരെ ഇരുവശത്തേക്കും തള്ളി മാറ്റിക്കൊണ്ട് കുതിച്ചു ചാടി. ആ സെക്കൻഡിൽ ശിവയോഗി കൈകൾ തറയിൽ കുത്തി താഴേക്കമർന്നു. പിന്നെ വലങ്കാൽ ആഞ്ഞു വീശി. ബിംബരാമൻ്റെ കാൽമുട്ടിനടിയിലാണ് ശിവയോഗിയുടെ കാൽപത്ത് കൊണ്ടുള്ള അടിയേറ്റത്. അത് അപ്രതീക്ഷിതമായിരുന്നു ബിംബരാമന്. അയാൾ ഇടനാഴിയിലൂടെ അങ്ങേ ഭിത്തിയിൽ ചെന്നിടിച്ച് വീണു. പക്ഷെ അടുത്ത നിമിഷം ഒരു ചീറ്റപ്പുലി കണക്കെ വെട്ടിത്തിരിഞ്ഞു. ജബ്ബാറിൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ട് വീണ റിവോൾവർ മിന്നൽ വേഗത്തിൽ അയാൾ കൈക്കലാക്കി. അതുമായി റോക്കറ്റ് വേഗത്തിൽ മുകളിലേക്ക് വരുന്നു. ചന്ദ്രലാലിൻ്റെ തൊണ്ടയിൽ ഒരു വിലാപം കുരുങ്ങി. ബിംബരാമൻ 3 പേർക്ക് നേർക്കും റിവോൾവർ മാറി മാറി ചൂണ്ടി. ഒരുത്തനും അനങ്ങരുത്. അനങ്ങിയാൽ തൊട്ടടുത്ത് നിൽക്കുന്നവൻ്റെ നെഞ്ചിലായിരിക്കും തുള വീഴുക. അയാൾ ക്രൂരമായി ചിരിച്ചുകൊണ്ട് മെല്ലെ പിറകിലേക്ക് ചൂടുവെച്ചു. അതിനിടെ ശിവയോഗിയോട് പറഞ്ഞു, നിന്റെ വളർത്തുതന്ത്രയുണ്ടല്ലോ, അപ്പാജി കരിക്കളം സദാശിവ. അയാളുടെ കഴുത്തിൽ കെട്ടിയ കയറ് തറവാടിൻ്റെ കഴുക്കോലിലൂടെ വലിച്ചു വരുത്താൻ ഞാനും ഉണ്ടായിരുന്നു. ശിവയോഗി വല്ലാതെ നടുങ്ങി. ബിംബരാമൻ പുറകോട്ട് പോകുന്നത് കണ്ട് ചന്ദ്രലാൽ മുന്നോട്ട് നീങ്ങാൻ ഭാവിച്ചു. വേണ്ടടാ. ശിവയോഗി അയാളുടെ കൈ പിടിച്ചു നിർത്തി. അവൻ പോയിക്കോട്ടെ. ശിവയോഗി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചന്ദ്രലാലിന് മനസ്സിലായില്ല. ജബ്ബാർ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഏതാനും അടി പിറകിലോട്ട് നടന്നിട്ട് ബിംബരാമൻ പെട്ടെന്ന് തിരിഞ്ഞോടി. സെക്കൻഡുകൾക്കുള്ളിൽ ഇടനാഴിയുടെ അങ്ങേ തിരിവിൽ മറഞ്ഞു. എൻ്റെ സർവീസ് റിവോൾവർ, ചന്ദ്രലാൽ മന്ത്രിച്ചു. അത് നഷ്ടമായതെങ്ങനെയെന്ന് നിന്റെ സുപ്പീരിയർ ഓഫീസർ സാക്ഷിയല്ലേ. നീ പേടിക്കണ്ട. ജബ്ബാറിൻ്റെ മുഖം വിളറി. സാറിനെ എന്തു പറഞ്ഞാൽ അവൻ ഭീഷണിപ്പെടുത്തിയത്? ചന്ദ്രലാലിൻ്റെ ചോദ്യം കേട്ട് ജബ്ബാർ പരുങ്ങി. അത് പിന്നെ നീ ഈ ശിവയോഗിയുടെ കൂടെ ചേർന്നുകൊണ്ട് പുണ്യകോടിയെ എതിർക്കാൻ ശ്രമിക്കരുതെന്ന്. അങ്ങനെ വന്നാൽ അവൻ എന്നെ കൊല്ലുമെന്ന്. യാതൊരു ലോജിക്കും ഇല്ലാതിരുന്ന കാര്യമായിരുന്നെങ്കിലും ചന്ദ്രലാൽ മിണ്ടിയില്ല. അയാൾ ശിവയോഗിയെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ശിവയോഗി CI ജബ്ബാറിന് നേർക്ക് തിരിഞ്ഞു. സാറ് നാടകത്തിലോ സിനിമയിലോ മറ്റോ അഭിനയിച്ചിട്ടുണ്ടോ? ജബ്ബാറിൻ്റെ പുരുകം ചുളിച്ചു. ഇല്ല. എന്താ? ഇന്നത്തെ അഭിനയം കലക്കി. ഇനി ഈ പോലീസ് ജോലി നഷ്ടപ്പെട്ടാലും അഭിനയ കലയായിട്ട് സാറിന് മുട്ടില്ലാതെ ജീവിക്കാൻ പറ്റും. പറഞ്ഞതേ അവൻ തിരിഞ്ഞു നടന്നു. കവിളടക്കം ഒരടി കിട്ടിയതുപോലെ ജബ്ബാർ നിന്നു. 2 ആഴ്ച പിന്നിട്ടു. കക്കാട്ടുപുറം വീടിന് ചുറ്റുമുള്ള ഭൂമിയിൽ നീളൻ ഷെഡുകൾ ഉയർന്നു. കൂട്ടത്തിൽ ഏതാണ്ട് 50 അടി നീളവും 25 അടി വീതിയുമുള്ള ഷെഡ് വരെയുണ്ട്. തട്ടുതട്ടായുള്ള ഭൂമിയുടെ കിടപ്പനുസരിച്ചായിരുന്നു ഷെഡുകളുടെ നിർമ്മാണം. മേൽക്കൂര അലുമിനിയം ഷീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചത്. കോഴികളെ മൃഗങ്ങളും മറ്റും ആക്രമിക്കാതിരിക്കുവാൻ ഓരോ ഷെഡിൻ്റെയും 4 ഭാഗത്തും ഇരുമ്പ് നെറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. തറയിൽ നനഞ്ഞ മണ്ണ് ഉറപ്പിച്ച ശേഷം നെടുമുടിയിലെ ഒരു അരിമില്ലിൽ നിന്നും ഉമി കൊണ്ടുവന്ന് വിതറി. ചെങ്ങന്നൂർ ഹാച്ചറിയിൽ നിന്നും 100,000-ഓളം കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. അവയ്ക്ക് ചൂട് കിട്ടുവാൻ വേണ്ടി മേൽക്കൂരയിൽ നിന്നും ബൾബുകളും താഴ്ത്തിയിട്ട്. ചന്ദ്രലാൽ ഒപ്പം നിന്നതുകൊണ്ടാണ് കാര്യങ്ങൾ ഇത്ര വേഗത്തിൽ നടന്നത്. പഞ്ചായത്തിൻ്റെ ലൈസൻസും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റും ആദ്യം വാങ്ങി. പിന്നെ ചിറ്റാർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഡോക്ടറുടെ റിപ്പോർട്ടും വാങ്ങി. ഡിസ്ട്രിക്ട് ഹെൽത്ത് മെഡിക്കൽ ഓഫീസിൽ സബ്മിറ്റ് ചെയ്ത് NOCയും വാങ്ങിയത് ചന്ദ്രലാൽ സ്വാധീനം ചെലുത്തിയാണ്. ബിമ്മരം കോളനിയിലെ 10 സ്ത്രീകളെ അവിടെ ഫാമിലി ജോലിക്കായിട്ട് ശിവയോഗി നിയമിച്ചു. എല്ലാറ്റിൻ്റെയും മേൽനോട്ടം വെളുത്തുകുഞ്ഞിന് തന്നെ. ഏതാനും ദിവസത്തിനുള്ളിൽ കോഴി വളർത്തൽ ചിട്ടയായി മാറി. കിട്ടുന്ന സമയത്ത് മണിവർണ്ണയും ഫാമിലെ ജോലികൾക്കിറങ്ങും. മറ്റു സ്ത്രീകൾക്ക് അതൊരു സന്തോഷമാണ്. ഒരു ദിവസം വൈകിട്ട് ശിവയോഗി വെളുത്തുകുഞ്ഞിനോട് പറഞ്ഞു, അമ്മാവാ, കോളനിയിലുള്ളവർക്കും ഇതുപോലെ കോഴികളെ വളർത്താം. എങ്ങനെയായാലും ഒരു 100 കോഴിയൊക്കെ പരിപാലിക്കാൻ അവർക്കും കഴിയും. വെളുത്ത കുഞ്ഞ് ചിന്തിച്ചിരുന്നു. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ സാറേ? എന്ത് ബുദ്ധിമുട്ട്? ശിവയോഗി താടിയിൽ മെല്ലെ തടവി. ഷെഡ് നിർമ്മിക്കാനുള്ള പണം ഞാൻ തരും. കോഴിക്കുഞ്ഞുങ്ങളെയും അവയുടെ തീറ്റയും ഞാൻ തന്നെ തരും. വളർത്തുക എന്ന ജോലി മാത്രമാണ് അവിടെയുള്ളവർക്കുള്ളത്. പിന്നീട് ഒരു നിശ്ചിത വിലയിട്ട് കോഴികളെ ഞാൻ തന്നെ വാങ്ങും. എന്തു പറയുന്നു? ആ ആശയം നല്ലതാണെന്ന് വെളുത്ത കുഞ്ഞിന് തോന്നി. ശിവയോഗി തുറന്നു. ഹോർമോൺ അധികം നൽകാതെയാവും നമ്മൾ കോഴികളെ വളർത്തുക. മനുഷ്യൻ്റെ ആരോഗ്യത്തെ യാതൊരു തരത്തിലും ബാധിച്ചുകൂടാ. പിന്നെ മറ്റുള്ളവർ വാങ്ങുന്നതിനേക്കാൾ കുറച്ച് വിലയെ നമ്മൾ വാങ്ങും. അതോടെ മാർക്കറ്റ് പിടിക്കുവാനും സാധിക്കും. തൻ്റെ ആളുകളുമായി സംസാരിച്ചിട്ട് അടുത്ത ദിവസം മറുപടി നൽകാമെന്ന് പറഞ്ഞ് വെളുത്ത കുഞ്ഞ് പോയി. അപ്പോൾ മണിവർണ്ണ അടുത്തെത്തി. എന്താ കോഴിശിവയുടെ മനസ്സിലിരിപ്പ്? അവൾ അവനോട് ചേർന്നിരുന്നു.
എന്ത് മനസ്സിലിരിപ്പ്? പിന്നെ കോഴി നിൻ്റെ അപ്പയാകട്ടോ. പോടാ. അവളവന് ഒരു നുള്ളു കൊടുത്തു. ശേഷം പറഞ്ഞു, ഈ ബിമ്മരം കോളനിയിലുള്ളവരെ മുഴുവൻ നിൻ്റെ കൂടെ നിർത്തണം. അവരാവും നിൻ്റെ സൈന്യം. എതിർക്കാൻ ആരെങ്കിലും വന്നാൽ അവരെ തടയാനുള്ള നിൻ്റെ പരിച. ശരിയല്ലേ? ശിവയോഗി മറുപടി പറഞ്ഞില്ല. പകരം അവളെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. നിനക്കും ഇപ്പോൾ ഒരു പിടക്കോഴിയുടെ ഗന്ധവോ? ഛേ! അവൻ്റെ കൈ തട്ടിമാറ്റി അവൾ എഴുന്നേറ്റിപ്പോയി. ഈ സമയം മറ്റൊരിടത്ത്, ചിറ്റാറിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള ആ സ്ഥലം അള്ളുങ്കൽ. ഹിന്ദി സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന അമിതാഭ് ബച്ചൻ്റെ ഭാര്യ ജയാ ബച്ചൻ വാങ്ങിയതാണ് എന്ന് ജനം കരുതുന്ന ഭാഗം. അതിന് നേരെ എതിർദിശയിലുള്ള കുന്നിൻ്റെ താഴ്വാരത്ത് ഒരു വലിയ ബ്രോയിലർ ചിക്കൻ ഫാം ഉണ്ടായിരുന്നു. ഏതാണ്ട് 50,000 കോഴികളെ വളർത്തുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അവിടെ. ഷെഡുകൾക്കിടയിലൂടെ മെല്ലെ ഒരു ലോറി മുന്നോട്ട് വന്നു. അത് ഓഫീസ് പോലെ തോന്നിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ മുന്നിൽ നിന്നു. ലുങ്കിയും ടീഷർട്ടും തലയിൽ ഒരു തൊപ്പിയും വെച്ച മനുഷ്യൻ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ലോറി ഡ്രൈവർ തറയിലിറങ്ങി. ലോറിയിൽ ഇരുമ്പ് കൂടുകളിൽ നിറയെ കോഴികൾ. കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ബിംബരാമനായിരുന്നു. അയാൾ ലോറിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. പിന്നെ തല പുറത്തേക്ക് നീട്ടി. ഞാൻ 2 ആഴ്ച കഴിഞ്ഞേ വരും. അപ്പോൾ ശിവയുടെ ഫാമിൽ ജീവനുള്ള ഒരൊറ്റ കോഴി പോലും ഉണ്ടായിരിക്കരുത്. അറിയാലോ? അറിയാം ബോസ്. നിലത്തു നിന്ന് ഡ്രൈവർ തലയാട്ടി. ബിംബരാമൻ ലോറി സ്റ്റാർട്ട് ചെയ്തു. കറുത്ത പുക പുറത്തേക്ക് തള്ളി. അത് മെല്ലെ മുൻപോട്ട് പോയി. ചിറ്റാറ് പോലീസ് സ്റ്റേഷൻ. 1 മാസത്തെ ലീവിന് ശേഷം CI ജബ്ബാർ മടങ്ങിയെത്തി. SI ചന്ദ്രലാലിനെ അയാൾ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. സർ, ചന്ദ്രലാൽ CIക്ക് മുന്നിൽ വന്ന് അറ്റൻഷനായി നിന്നു. ആ ബിംബരാമനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ? CIയുടെ ചോദ്യത്തിൽ പരിഹാസം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ചന്ദ്രലാൽ സംശയിച്ചു. എന്നാൽ അത് പുറത്തു കേട്ടില്ല. ഇല്ല സർ, അയാൾ കേരളം വിട്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ജബ്ബാർ തലയാട്ടി. അതിനും സാധ്യതയുണ്ട്. പിന്നെ തൻ്റെ റിവോൾവർ നഷ്ടമായ വിവരം ആർക്കും റിപ്പോർട്ട് നൽകിയിട്ടില്ലല്ലോ? ഇല്ല സർ. ഗുഡ്. ജബ്ബാർ മേശയുടെ ഡ്രോ വലിച്ചു തുറന്നു. അതിൽ നിന്നും ഒരു റിവോൾവർ എടുത്ത് ചന്ദ്രലാലിന് മുന്നിൽ വെച്ചു. ഇത് തന്നെയല്ലേ, അതൊന്ന് നോക്കിക്കേ. സർ. ചന്ദ്രലാൽ ആ റിവോൾവർ എടുത്ത് പരിശോധിച്ചു. അതെ സർ. അയാൾക്ക് അത്ഭുതം അടക്കാൻ കഴിഞ്ഞില്ല. ഇതെങ്ങനെ സാറിൻ്റെ കയ്യിൽ? ജബ്ബാർ ചിരിച്ചു. ഞാൻ വീണ്ടും ഡ്യൂട്ടിക്ക് കയറുന്ന വിഷയം അവൻ അറിഞ്ഞിരിക്കും. കഴിഞ്ഞ ദിവസം എനിക്ക് കൊറിയറിലൊരു പാഴ്സൽ വന്നു. അതിൽ ഈ റിവോൾവർ ആയിരുന്നു. അയാൾ പറയുന്നത് കളവാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ചന്ദ്രലാൽ മിണ്ടാതെ നിന്നു. പിന്നെ തൻ്റെ ആയുധം തുറന്നു നോക്കി. ബുള്ളറ്റുകളെല്ലാം അതിൽ തന്നെ ഉണ്ടായിരുന്നു. കള്ളമാടാ അയാൾ പറഞ്ഞത്. പുഴുത്ത നുണ. രോക്ഷത്തോടെ ശിവയോഗി SI ചന്ദ്രലാലിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. നമ്മൾ സംശയിക്കുന്നത് പോലെ ബിംബരാമനും നിൻ്റെ CI ജബ്ബാറും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ഇനി ബിംബരാമനെ തിരയാൻ മറ്റൊരിടത്തേക്കും പോകേണ്ടതില്ല. നേരെ ജബ്ബാറിൻ്റെ അടുത്ത് ചെല്ലുക. ചോദിക്കേണ്ടതുപോലെ ചോദിക്കുക. അയാൾ കാട്ടിത്തരും ബിംബരാമൻ്റെ മാളം. വൈകിട്ട് കക്കാട്ടുപുറത്തെത്തിയതായിരുന്നു ചന്ദ്രലാൽ. അപ്പോഴാണ് സ്റ്റേഷനിലുണ്ടായ സംഭവം ശിവയോഗിയോട് പറഞ്ഞത്. മണിവർണ്ണ അയാൾക്ക് ചായ കൊണ്ടുവന്ന് നൽകി. അതൊരിറക്ക് കുടിച്ചിട്ട് ചന്ദ്രലാൽ ചുണ്ടനക്കി. കാര്യമൊക്കെ ശരിയായിരിക്കും. എന്നാലും ശിവേട്ടൻ നിയമം കയ്യിലെടുക്കാൻ ശ്രമിക്കണ്ട. ബിംബരാമനെ ഞാൻ പൊക്കിക്കോളാം. ചേട്ടൻ ഇവിടുത്തെ ബിസിനസ്സുകൾ ഭംഗിയായി നടത്തിയാൽ മതി. മണിവർണ്ണയ്ക്കും അതാണ് താല്പര്യമെന്ന് മുഖഭാവത്തിൽ നിന്നും ചന്ദ്രലാൽ കണ്ടറിഞ്ഞു. അവൾ സംസാരിച്ചു. ഇപ്പോഴാണെങ്കിൽ കോളനിക്കാർ മുഴുവൻ കോഴി വളർത്തി തുടങ്ങി. ഈ കൃഷി ഭംഗിയായി നടന്നു കിട്ടിയാൽ മറ്റൊന്നും ചിന്തിക്കാതെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. അത് കേട്ട് ശിവയോഗിയുടെ മുഖം ചുവന്നു. സുഖമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താടി? ആവശ്യത്തിന് പണവും അടക്കി വെച്ച് ഉണ്ട് ഉറങ്ങിയും കഴിയുക എന്നതാണോ നീ ഉദ്ദേശിക്കുന്നത്? എന്നാൽ എനിക്കൊരു മനസ്സുണ്ട്. ആ മനസ്സിന് സമാധാനമില്ലെങ്കിൽ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? മണിവർണ്ണ മുഖം കുനിച്ചു. എന്നാൽ ചന്ദ്രലാൽ തിരക്കി. ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വന്തം അപ്പ അല്ലെങ്കിലും 27 വർഷം എനിക്ക് അന്നവും വിദ്യാഭ്യാസവും തന്നവനാണ് അപ്പ. എൻ്റെ മാതാപിതാക്കളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്നത് നേര്. എന്നാൽ ആ അപ്പയുടെ കഴുത്തിൽ കയറ് കുറുക്കി വലിച്ചു വരുത്തിയത് താനാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞ ബിംബരാമൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് മനസ്സമാധാനം കിട്ടുമോ? മറഞ്ഞു നിന്ന് എന്നെ വെല്ലുവിളിക്കുന്ന താപസനെ കണ്ടെത്താതെ എനിക്ക് സന്തോഷത്തോടെ കഴിയാൻ സാധിക്കുമോ? എല്ലാറ്റിനും വേണം ഒരു ശാശ്വത പരിഹാരം. അത് കഴിയുമ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ജീവിക്കാം. എന്താ? ചന്ദ്രലാലിനോ മണിവർണ്ണയ്ക്കോ അതിന് മറുപടി പറയുവാൻ കഴിഞ്ഞില്ല. ശിവയോഗിയുടെ മനസ്സിൽ അപ്പോൾ ജബ്ബാറിൻ്റെ മുഖമായിരുന്നു. അയാളിലൂടെ ബിംബരാമനിലും താപസനിലും എത്തിച്ചേരാമെന്ന ഉറച്ച വിശ്വാസമായിരുന്നു.
ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. പുത്തൂർ കരിക്കളം തറവാട്. മുത്തമ്മ അശോക് ഷെട്ടി വാങ്ങിക്കൊടുത്ത ഫോൺ എടുത്ത് അതിൽ സേവ് ചെയ്തിരുന്ന നമ്പറുകൾ പരിശോധിച്ചു. പിന്നെ അശോക് ഷെട്ടിയുടെ നമ്പറിലേക്ക് കോൾ അയച്ചു. 4ാമത്തെ ബെല്ലിന് അശോക് ഷെട്ടി കോൾ എടുത്തു. പറഞ്ഞോളൂ അമ്മ. അപ്പുറത്തു നിന്നും ശബ്ദം കിട്ടും. എനിക്ക് വിശ്വസ്തനായ ഒരു ഡ്രൈവറെ വേണം അശോക, മുത്തമ്മ പറഞ്ഞു. ഓക്കെ അമ്മ, നാളെ രാവിലെ ആളങ്ങെത്തും, അശോക് ഷെട്ടി ഉറപ്പ് കൊടുത്തു. ശരി. മുത്തമ്മ കോള് മുറിച്ചു. പിന്നെ പൂമുഖത്തെ കസേരയിൽ മുറ്റത്തേക്ക് നോക്കിയിരുന്നു. ഉണങ്ങിയ അടക്കകൾ ചാക്കുകളിൽ വാരി നിറയ്ക്കുകയാണ് പണിക്കാർ. അടുത്ത ദിവസം മംഗലാപുരത്തിന് ലോഡ് അയക്കാനുള്ളതാണ്. മുത്തമ്മ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. തൻ്റെ മക്കളെ കാണാതെയായിട്ട് മാസങ്ങളാകുന്നു. അവർ ജീവനോടെയുണ്ടോ? താൻ പരാതി നൽകിയ ഇൻസ്പെക്ടർ ലങ്കേഷിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. SP ആയിരുന്ന അമാവാസിയും അയാളെയും ഒന്നിച്ചാണ് കാണാതായതെന്ന് കഴിഞ്ഞ ദിവസം ഇമ്പദോസ് ഫോണിൽ പറഞ്ഞിരുന്നു. തൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിഗൂഢതകളുണ്ടെന്ന് മുത്തമ്മ സംശയിച്ചു. ഗേറ്റിലൊരു വാഹനത്തിന് ഹോൺ മുഴകുന്ന ശബ്ദം കേട്ട് മുത്തമ്മ ചിന്ത വിട്ടുണ്ടെന്നു. ഒരു പഴയ ലോറിയുടെ മുഖം അവർ കണ്ടു. ഗേറ്റ് കടന്ന് അകത്തേക്കെത്തിയ ലോറി നിന്നു. അതിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്നും മുഷിഞ്ഞ കാക്കി പാൻസും ഷർട്ടും ധരിച്ച ഒരാളിറങ്ങി. തോളിൽ കിടന്നിരുന്ന തോർത്തെടുത്ത് മുഖവും കഴുത്തും തുടച്ചുകൊണ്ട് പൂമുഖത്തിന് മുന്നിലെത്തിയ അയാൾ ഭവ്യതയോടെ നിന്നു. എന്തു വേണം? നിങ്ങളാരാ? മുത്തമ്മ അയാളെ അടിമുടി ശ്രദ്ധിച്ചു. അലസമായി ചിതറിക്കിടക്കുന്ന തലമുടിയും പൂച്ചക്കണ്ണുകളും. അമ്മ, എൻ്റെ പേര് ബിംബരാമൻ. കേരളത്തിൽ ഞാനും ശിവയോഗിയും വലിയ ദോസ്തുക്കളാണ്. അവൻ പറഞ്ഞിരുന്നു ഈ നാട്ടിൽ വരുമ്പോൾ അമ്മയെ കാണണമെന്ന്. ശിവയോഗി എന്ന പേര് കേട്ടതും മുത്തമ്മ എഴുന്നേറ്റു. എൻ്റെ ശിവയ്ക്ക് സുഖമാണോ ബിംബരാമ? പിന്നെ പരമസുഖം. മണിവർണ്ണയെ വിവാഹം ചെയ്ത് അവൻ അവിടെ സന്തോഷത്തിൽ കഴിയുകയല്ലേ? മുത്തമ്മയുടെ നെറ്റി പെട്ടെന്ന് ചുളിഞ്ഞു. മണിവർണ്ണ, ആ പേര് താൻ കേട്ടിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി. എന്നാൽ ഓർമ്മ കിട്ടിയില്ല. ബിംബരാമൻ തുറന്നു. ഇവിടുത്തെ തോട്ടത്തിലെ ഒരു പണിക്കാരൻ്റെ മകളാ മണിവർണ്ണ, ശേഷണ്ണയുടെ മകള്. മുത്തമ്മയുടെ കണ്ണുകളും മിഴിഞ്ഞു. ശേഷണ്ണയുടെ മകളുടെ വിവാഹത്തിന് ശിവയോഗി പണം കൊടുത്തതും അവർ ഓർത്തു. പക്ഷെ അവൾ എങ്ങനെ ശിവയുടെ ഭാര്യയായി? അവരുടെ ചിന്തയെ മുറിച്ചുകൊണ്ട് ബിംബരാമൻ്റെ ശബ്ദം വന്നു. അമ്മ, ഞാൻ മടങ്ങി ചെല്ലുമ്പോൾ ശിവയോട് എന്തു പറയണം? ഒന്നും പറയണ്ട. മുത്തമ്മയുടെ ശബ്ദം പരുക്കനായി. അവരെ അടിമുടി ഒന്നുകൂടി നോക്കിയിട്ട് ബിംബരാമൻ നേർത്ത ചിരിയോടെ ലോറിക്ക് നേർക്ക് നടന്നു. ഡ്രൈവർ സീറ്റിൽ കയറിയിട്ട് അയാളെ മന്ത്രിച്ചു. കരിക്കളം തറവാട്ടിലെ അവസാനത്തേര. ലോറി റിവേഴ്സിൽ ഗേറ്റിലൂടെ റോഡിലേക്ക് ഇറങ്ങി. പിന്നെ തിരിഞ്ഞുപോയി. മുത്തമ്മയ്ക്ക് കോപവും സങ്കടവും ഒന്നിച്ചുണ്ടായി. അവർ ഫോണെടുത്തു. ഈ നമ്പറിൽ നിന്നും താൻ ശിവയെ വിളിച്ചിട്ടില്ലെന്ന് അവർ ഓർത്തു. ഉച്ചയൂണ് കഴിഞ്ഞ് വരാന്തയിലിരിക്കുകയായിരുന്നു ശിവയോഗി. വെളുത്ത കുഞ്ഞും അവിടെ ഉണ്ടായിരുന്നു. പറഞ്ഞു വന്നതിൻ്റെ ബാക്കിയായി അയാൾ അറിയിച്ചു. കേട്ടോ സാറേ, കോളനിക്കാർ ഭയങ്കര സന്തോഷത്തിലാണ്. ഇങ്ങനെ കോഴി ബിസിനസ് നടത്താമെന്ന് അവർക്കറിയില്ലായിരുന്നു. ശിവയോഗി ചിരിച്ചു. അമ്മാവൻ നോക്കിക്കോ, ഇത് തുടക്കമല്ലേ. അവർക്ക് സ്ഥിരമായ ഒരു വരുമാന മാർഗമാവാൻ ഇത് പോവുകയാണ്. വെളുത്ത കുഞ്ഞ് ഒരു മറുപടി പറയാൻ ഭാവിക്കവേ പെട്ടെന്ന് ശിവയോഗിയുടെ ഫോൺ ശബ്ദിച്ചു. അവൻ അതെടുത്ത് നോക്കി. അപരിചിതമായ നമ്പർ. താപസനാണോ എന്ന് സംശയിച്ചാണ് അറ്റൻഡ് ചെയ്തത്. ഹലോ, നിൻ്റെ വിവാഹം കഴിഞ്ഞോടാ? അതും ഇവിടുത്തെ പണിക്കാരൻ്റെ മകളുമായിട്ട്? ദേഷ്യത്തോടെയുള്ള സ്ത്രീസ്വരം. ശിവയോഗി അമ്പരന്നു. അമ്മ. അറിയാതെ ശബ്ദം പുറത്തു വന്നു. നീ എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് വെറുതെയാണെന്ന് എനിക്ക് മനസ്സിലായടാ. മുത്തമ്മയുടെ ശബ്ദത്തിൽ സങ്കടത്തിൻ്റെ നീറ്റിൽ. അമ്മ, ഞാൻ ഒരിക്കലും നിൻ്റെ ആഗ്രഹത്തിനെതിരെ നിന്നിട്ടില്ല. നീ ആരെ വിവാഹം ചെയ്താലും എനിക്ക് സന്തോഷം തന്നെ. പക്ഷെ ഒരു വാക്ക് നിനക്കെന്നോട് പറയാമായിരുന്നു. അവരുടെ സ്വരം പതിഞ്ഞു. അമ്മ, പറയാതിരുന്നത് മനഃപൂർവ്വമല്ല. ഞാൻ അങ്ങോട്ട് ഫോൺ വിളിച്ച അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് വന്നാലോ എന്ന് കരുതി. ശിവയോഗി പൂർത്തിയാക്കുവാൻ സമ്മതിച്ചില്ല മുത്തമ്മ. ഇനി എനിക്കെന്ത് ആപത്ത് വരാനാടാ? ഭർത്താവ് മരിച്ചു. മക്കൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഞാൻ ഒറ്റയ്ക്ക്. അപ്പുറത്തു നിന്നൊരു തേങ്ങൽ. ശിവയോഗി നടുങ്ങി. അമ്മ, ബസവേട്ടനും കണ്ണാബേട്ടനും വസന്തി ചേച്ചിയും മടങ്ങിപ്പോയോ? അവൻ തിരക്കി. അല്പനേരത്തേക്ക് മുത്തമ്മയുടെ കരച്ചിൽ മാത്രം. ശിവയോഗി സ്തംഭിച്ചിരുന്നു. വെളുത്ത കുഞ്ഞ് അവനെ തുറിച്ചു നോക്കി. എൻ്റെ മക്കൾ മടങ്ങിപ്പോയത് എവിടേക്കാണെന്ന് എനിക്കറിയില്ലടാ. മുത്തമ്മയുടെ സ്വരം മുറിഞ്ഞു വന്നു. അവർ നടന്ന കാര്യങ്ങൾ അത്രയും അവനോട് ചുരുക്കി പറഞ്ഞു. മരവിച്ചു പോയ ശിവയോഗിയുടെ ചോരയോട്ടത്തിന് വേഗമേറി. അവൻ, ധനരാജ് കാണുമമ്മ എല്ലാത്തിനും പിറകിൽ. ഞാൻ വരാം അങ്ങോട്ട്. എന്തൊക്കെ നടന്നെന്ന് അവനെക്കൊണ്ട് ഞാൻ പറയിക്കാം.
കിതപ്പോടെ ശിവയോഗി കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. വേണ്ട, ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ പോലും നീ വരരുത്, മുത്തമ്മയുടെ ശബ്ദം കൽപ്പിച്ചു. എന്നാലും നിന്റെ കൂട്ടുകാരൻ്റെ നാവിൽ നിന്നും വിവാഹക്കാരി അറിഞ്ഞത് എൻ്റെ വിഷമം. ശിവയോഗി തല കുടഞ്ഞു. ആരാ അമ്മയോട് പറഞ്ഞത്? അശോകരാജോ അതോ ഇമ്പദോസോ? അവരാരുമല്ല, നിന്റെ കേരളത്തിലെ നിന്റെ കൂട്ടുകാരൻ. ഇവിടെ എനിക്കാരെ കൂട്ടുകാരൻ? ശിവയോഗിക്ക് മനസ്സിലായില്ല. ബിംബരാമൻ, അവനാ പറഞ്ഞത്. എൻ്റെ വിശേഷങ്ങൾ അറിയാൻ നീ അവനെ ഇങ്ങോട്ട് അയച്ചില്ലേ? പാവം, അറിയാതെ ഇക്കാര്യം പറഞ്ഞതായിരിക്കും. മുത്തമ്മയുടെ ശബ്ദം മുഴുവനായി കേട്ടില്ല ശിവയോഗി. ശിരസിലൊരു തീഗോളം പതിച്ച പ്രതീതിയായിരുന്നു അവന്. ബിംബരാമൻ, അയാൾ അമ്മയെ കാണാൻ ചെന്നത് എന്തിന്? അധ്യായം 26. മുത്തമ്മ കോൾ കട്ട് ചെയ്തോ എന്ന് അറിഞ്ഞില്ല ശിവയോഗി. കൊട്ടി അടയ്ക്കപ്പെട്ടതുപോലെ അവൻ്റെ കാതുകൾക്കുള്ളിൽ കടന്നലുകൾ വട്ടം ചുറ്റുന്നത് പോലെ. ബിംബരാമൻ അമ്മയെ കാണാൻ ചെന്നതിന് പിന്നിൽ എന്തോ പദ്ധതിയുണ്ട്. സാറേ, വെളുത്ത കുഞ്ഞ് ശിവയോഗിയുടെ ഇരിപ്പ് കണ്ട് അമ്പരപ്പിൽ വിളിച്ചു. അവൻ പക്ഷെ അത് കേട്ടില്ല. അകത്തു നിന്നും മണിവർണ്ണ ഇറങ്ങി വന്നു. എന്താണ് വിഷയമെന്ന് അവൾ കണ്ണുകൊണ്ട് വെളുത്ത കുഞ്ഞിനോട് തിരക്കി. അറിയില്ല എന്ന ഭാവത്തിൽ അയാൾ തലയാട്ടി. ശിവ, മണിവർണ്ണ അവൻ്റെ തോളിൽ കൈവച്ചു. തീപ്പൊള്ളിലേറ്റതുപോലെ അവൻ തിരിഞ്ഞു. എന്തു പറ്റി? മണിവർണ്ണ മൊബൈൽ ഫോണിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. ഒന്നുമില്ല പറഞ്ഞിട്ട് ശിവയോഗി പല്ലി ഞെരിച്ചു. മണിവർണ്ണയ്ക്ക് അപകടം മണത്തു. അവളെ തീർത്തും അവഗണിച്ച് അവൻ വെളുത്ത കുഞ്ഞിൻ്റെ നേർക്ക് തിരിഞ്ഞു. അമ്മാവാ, നാളെയോ മറ്റന്നാളോ എനിക്ക് കർണാടകയിലേക്ക് പോകേണ്ടി വരും. എത്രയും വേഗത്തിൽ മടങ്ങിയെത്തുകയും ചെയ്യും. അതുവരെ മണിയെ ശ്രദ്ധിച്ചോണം. കോളനിയിലെ ചെറുപ്പക്കാരോടും പറഞ്ഞേക്കണം. അപരിചിതരായ ആരെങ്കിലും വന്നാൽ ശ്രദ്ധിക്കണമെന്ന്. അത് കേട്ട് മണിവർണ്ണ നടുങ്ങി. ശിവ, അവൻ ചുണ്ടുകൾക്ക് മിത ചൂണ്ടുവിരൽ അമർത്തി. പിന്നെ മണിവർണ്ണ മിണ്ടിയില്ല. സങ്കടത്തോടെ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി. ശിവയോഗിയും ചെന്നു. കിടപ്പുമുറിയിൽ കട്ടിലിൽ കൈകുത്തി കുനിഞ്ഞിരിക്കുകയായിരുന്നു മണിവർണ്ണ. എടി, അടുത്തിരുന്നിട്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു. മണിവർണ്ണ കുതറി. എന്നാൽ ശിവയോഗി പിടിവിട്ടില്ല. നോക്കു മണി, നിനക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാനുള്ള കഴിവുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. മണിവർണ്ണ സ്തംഭയായി ഒരു നിമിഷം. ശേഷം അറിയിച്ചു. അപകടത്തിൻ്റെ മുഖത്തേക്ക് ശിവയെ ഒറ്റയ്ക്ക് വിടില്ല ഞാനും വരുന്നു അങ്ങോട്ട്. അവൻ അവളുടെ മുഖം പിടിച്ച് തനിക്ക് അഭിമുഖമായി തിരിച്ചു. എന്ത് മണ്ടത്തരാണ് നീ പറയുന്നത്? കർണാടകത്തിൽ വെച്ചൊന്ന് വിവാഹിതയായുള്ളാണ് നീ. നീ മടങ്ങി വന്നു എന്നറിഞ്ഞാൽ നിന്റെ ഭർത്താവും ധനരാജും അടങ്ങിയിരിക്കുമോ? ഭർത്താവിനെ നീ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് കാണിച്ച് അയാൾ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ നിലയ്ക്ക് അവിടെ എത്തിയാൽ നിന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കും. അതോടെ എനിക്ക് നിന്നെ നഷ്ടമാവും. അത് വേണം. ഉത്തരവില്ലായിരുന്നു മണിവർണ്ണയ്ക്ക്. അവൻ പിന്നെയും പലതും പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. അവസാനം പറഞ്ഞു നിർത്തിയതിങ്ങനെ: ഞാൻ തീർച്ചയായും മടങ്ങി വരും. അവിടുത്തെ പ്രശ്നങ്ങൾക്കൊരു തീർപ്പായില്ലെങ്കിൽ ഇത്രയും കാലം എന്നെ പോറ്റി വളർത്തിയ അമ്മയോടുള്ള വഞ്ചനയായിരിക്കില്ല അത്. കണ്ണുനീരിനിടയിലും മണിവർണ്ണ തലയാട്ടി. ശിവയോഗി മെല്ലെ എഴുന്നേറ്റു. യുദ്ധം തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഇവിടെ ഒരാളെ കാണണം. അവൻ്റെ മനസ്സിൽ ഒരു മുഖം മിന്നി. കർണാടക സുള്ളിയയിലുള്ള ഒരു ഫാം ഹൗസിലായിരുന്നു ബിംബരാമൻ. അയാൾക്ക് മുന്നിൽ ചിന്തയോടെ നരച്ച താടി തടവിക്കൊണ്ട് താപസൻ അസ്വസ്ഥനായി നടന്നു. അംഗരക്ഷകർ പുറത്തായിരുന്നു. നടത്തം നിർത്തി താപസൻ പെട്ടെന്ന് തിരിഞ്ഞു. നീ മുത്തമ്മയെ പോയി കണ്ടത് അബദ്ധമായില്ലേ എന്നാണ് എൻ്റെ സംശയം. ഒരിക്കലില്ല. ബിംബരാമൻ എഴുന്നേറ്റ് അലമാര തുറന്നു. അതിൽ നിന്നും ബക്കാടി റമ്മിൻ്റെ ഒരു ബോട്ടിലെടുത്ത് താറാവിൻ്റെ കഴുത്ത് പിരിക്കുന്നത് പോലെ തുറന്ന് 2 ഗ്ലാസുകളിലേക്കും വീഴ്ത്തി. ഒരെണ്ണം എടുത്ത് അവൻ താപസന് നൽകി. ആദ്യം അപ്പം ഇത് കുടിക്കി, എന്നിട്ട് ചിന്തിച്ചു നോക്ക്. ഞാൻ കരിക്കളം തറവാട്ടിൽ ചെന്ന കാര്യം മുത്തമ്മ ഇപ്പോൾ ശിവയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അവൻ്റെ വിവാഹക്കാരെ അറിയിച്ചതിൽ. ഗ്ലാസ് ഉയർത്തി ഒന്ന് സിപ്പ് ചെയ്തിട്ട് താപസം മൂളി. പിന്നെ നടത്തം തുറന്നു. ബിംബരാമൻ ബാക്കി പറഞ്ഞു. ഞാൻ ഇവിടെയുണ്ട് എന്നറിഞ്ഞാൽ അവൻ ഓടിപ്പാഞ്ഞു വരും. അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. ഇവിടെ വെച്ചേ അവനെ തീർക്കാനാവും. കേരളത്തിലാണെങ്കിൽ അവന് ചന്ദ്രലാൽ എന്ന ഇൻസ്പെക്ടറുടെയും കോളനിക്കാരുടെയും ബലമുണ്ട്. ഇവിടെ നമ്മൾ വിരിക്കുന്ന വലയിൽ അവൻ കുരുങ്ങും. ബിംബരാമൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് താപസനും തിരിച്ചറിഞ്ഞു. അയാൾ ചുണ്ടനക്കി. എങ്കിൽ അവൻ്റെ ആഗമനം വളരെ വേഗത്തിലാക്കുവാൻ വേറെ ഒരു മാർഗം കൂടിയുണ്ട്. അതെന്താണെന്ന് താപസൻ വെളിപ്പെടുത്തിയില്ല. ബിംബരാമൻ ചോദിച്ചതുമില്ല. പുറത്ത് പരുത്തിത്തോട്ടത്തിലെ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. രാത്രി 11 മണി. ചിറ്റാറ്
മണിയാർ ഡാമിനടുത്തുള്ള CI ജബ്ബാറിൻ്റെ ക്വാർട്ടേഴ്സ്. ജീപ്പ് തേക്കിൻ തോട്ടത്തിലേക്ക് അല്പം മാറ്റി കയറ്റി നിർത്തിയിട്ടിട്ടുണ്ട് ശിവയോഗി. അവൻ ജീപ്പിൽ നിന്നും ഇറങ്ങി തോട്ടത്തിലൂടെ തന്നെ ക്വാർട്ടേഴ്സ് ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ കണ്ടു, താഴെ റോഡിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നു. ശിവയോഗിയുടെ കാലുകൾ നിശ്ചലമായി. കാറിൽ നിന്നും ഏതാനും പേര് പുറത്തേക്കിറങ്ങി. ഡോറുകൾ ഒച്ച കുറഞ്ഞടച്ചു. അവർ ജബ്ബാറിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് വരുന്നത് കണ്ട് ശിവയോഗി ജാഗരൂപനായി. ക്വാർട്ടേഴ്സിന് പുറത്ത് ഒരു ലൈറ്റ് തെളിഞ്ഞിരുന്നു. മുറ്റത്തേക്ക് വന്നവരെ ആ വെളിച്ചത്തിൽ ശിവയോഗി വ്യക്തമായി കണ്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഒരു വലിയ ഹണ്ടിങ് തുടങ്ങുകയാണ് ശിവയോഗി, അല്ലേ? നമ്മളും ശിവയോഗിക്കൊപ്പവും മണിവർണ്ണയ്ക്കൊപ്പവുമൊക്കെ യാത്ര ചെയ്യാണ്. ഒരു വശത്ത് ഒരു സ്ത്രീ തനിച്ചാണ്. അവളെ ഒറ്റയ്ക്ക് കിട്ടാൻ തക്കം പാർത്തിരിക്കുന്ന ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്നാണ് ശിവയോഗി പോകുന്നത്. എന്ത് സംഭവിക്കുമെന്നുള്ള ആകാംക്ഷ ഇങ്ങനെ നിൽക്കുകയാണ്. നാളെ വീണ്ടും ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് ഞാൻ വരും. കേൾക്കാൻ നിങ്ങളുണ്ടാവണം. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ, നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.